നിങ്ങളും വൈഫും രാത്രി കിടന്നുറങ്ങുന്നു, നിങ്ങൾക്കൊന്ന് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനായിട്ടോ നിങ്ങൾ രാത്രി എഴുന്നേക്കുവാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഇട്ടു, ഒരു ലൈറ്റ് കത്തി, ആ ലൈറ്റ് വരുന്നത് വഴി നിങ്ങളുടെ വൈഫ് ഡിസ്റ്റർബ്ഡായി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. ചില വീടുകളിൽ ഒരു നൈറ്റ് ലാമ്പ് വെച്ചിട്ടുണ്ടാവും. ചിലർക്ക് ഈ നൈറ്റ് ലാമ്പ് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഉദാഹരണത്തിന് എനിക്ക് അങ്ങനെ ഒരു വെളിച്ചം വന്ന് എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതങ്ങനെ വരുമ്പോൾ ഒരു മോഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇൻ കേസ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മുടെ ബാത്റൂമിലേക്ക് നയിക്കുന്ന ഇന്നിന്ന ലൈറ്റുകൾ ഇത്ര ഇൻറ്റൻസിറ്റിയിൽ ഓൺ ആകുക എന്ന് പറയുന്ന ഒരു മോഡ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് സെറ്റ് ചെയ്യണം. ലൈറ്റ് അതനുസരിച്ച് പെർഫോം ചെയ്യും. വീടെന്ന സ്വപ്നത്തിൻ്റെ ടൈമാണ്. വീട് വെക്കുന്ന ആൾക്കാർക്ക് പല പല ഓരോരോ സമയങ്ങളിലായിട്ടാണ് ഈ ഒരു എപ്പിസോഡുകൾ നമുക്ക് ഗുണപ്രദമാകുക. നിങ്ങൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങളുടെ ഈ പ്ലേലിസ്റ്റ് സമയമെടുത്ത് കൊണ്ട് കാണുക. ഇത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ലൈറ്റിംഗ് ആൻഡ് ഓട്ടോമേഷൻ ലൈറ്റിംഗ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ സാധനം പല ആൾക്കാരും ചില സമയത്ത് തെറ്റ് പറ്റാൻ സാധ്യതയുള്ള പരിപാടിയാണ്. എല്ലാം കഴിഞ്ഞായിരിക്കും അയ്യോ ഇങ്ങനെയല്ല അങ്ങനെയാണെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തേണ്ട. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ നമ്മൾ സീലിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാഴ്ചപ്പാടില്ലേ? ഓക്കെ, ചോദ്യം 1, ഈ ലൈറ്റിംഗ് ഓട്ടോമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വഴി നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ലൈറ്റിംഗ് അത് വലിയൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചതേ. മൊബൈൽ വഴി ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണ. കറക്റ്റ്. അതല്ല, അതല്ല. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ രാത്രി ഇവിടെ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. രാത്രിയാണ്, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഏത് ലൈറ്റ് ആയിരിക്കണം ഓൺ ചെയ്ത് കിടക്കേണ്ടത്? അതൊരു ഓട്ടോമേഷനിൽ വരുന്നതാണല്ലോ. അതിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ പവർ എത്രയാണ്? കറക്റ്റ്. ഇപ്പോൾ രാത്രി താമസിച്ചാണ് ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ ഏത് ലൈറ്റ് ഓൺ ആക്കണം? എല്ലാ ലൈറ്റും ഓൺ ആക്കുമ്പോൾ എല്ലാവരും ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുമല്ലോ. അതെല്ലാം ഓട്ടോമേഷനിൽ വരുന്ന കാര്യങ്ങളാണെന്നാണ് അല്ലേ? ശരിയല്ലേ? അപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ ബേസിക് സംഭവം എന്ന് പറയുന്നത് അഗെയിൻ ഒരു ലൈറ്റ് ഓൺ ആവുന്നതിൻ്റെയും ഓഫ് ആവുന്നതിൻ്റെയും ഓട്ടോമേഷനെ കുറിച്ച്. അതായത് ഒരു മൊബൈൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ സെൻസർ വഴിയോ എന്തെങ്കിലും രീതിയിലൊരു ലൈറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നതിൽ ഓൺ ആൻഡ് ഓഫ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു വൺ ഓഫ് ദ മെനി സംഭവമാണ്. ഈ ലൈറ്റിംഗ് നമ്മൾ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കളർ നമുക്ക് കൺട്രോൾ ചെയ്യാം, അതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാം, അതിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി ഓവർ ടെക്നിക്കലാണ്. എന്നിരുന്നാലും ഈ 3 എലമെന്റ്സും നമുക്ക് കൺട്രോൾ ചെയ്യാം. പ്രോഗ്രാമുകളുടെ ബേസിസിൽ നമുക്ക് ഇത് ഓരോ മോഡായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളും വൈഫും രാത്രി കിടന്നുറങ്ങുന്നു, നിങ്ങൾക്കൊന്ന് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനായിട്ടോ നിങ്ങൾ രാത്രി എഴുന്നേക്കുവാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഇട്ടു, ഒരു ലൈറ്റ് കത്തി, ആ ലൈറ്റ് വരുന്നത് വഴി നിങ്ങളുടെ വൈഫ് ഡിസ്റ്റർബ്ഡായി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. ചില വീടുകളിൽ ഒരു നൈറ്റ് ലാമ്പ് വെച്ചിട്ടുണ്ടാവും. ചിലർക്ക് ഈ നൈറ്റ് ലാമ്പ് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഉദാഹരണത്തിന് എനിക്ക് അങ്ങനെ ഒരു വെളിച്ചം വന്ന് എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതങ്ങനെ വരുമ്പോൾ ഒരു മോഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇൻ കേസ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മുടെ ബാത്റൂമിലേക്ക് നയിക്കുന്ന ഇന്നിന്ന ലൈറ്റുകൾ ഇത്ര ഇൻറ്റൻസിറ്റിയിൽ ഓൺ ആകുക എന്ന് പറയുന്ന ഒരു മോഡ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് സെറ്റ് ചെയ്യണം. ലൈറ്റ് അതനുസരിച്ച് പെർഫോം ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു കൺവീനിയൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഈ വെളിച്ചത്തിൻ്റെ ഇത് മൂലം ഉണ്ടാവുന്നില്ല. അതുപോലെ ഇത് ഒരു 100 നമ്പർ ഓഫ് പ്രോഗ്രാംസും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. രാത്രി നമ്മൾ കിടക്കുമ്പോൾ മേളിൽ നിന്ന് നേരെ നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കരുത് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ സാധാരണ വാം ലൈറ്റ്സ് വെച്ചാൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് റീഡിങ് ലൈറ്റായി മാറണം. സെയിം ലൈറ്റ് തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ മോഡിഫൈ ചെയ്തും കളർ മോഡിഫൈ ചെയ്തും നമുക്കൊരു റീഡിങ് രൂപത്തിലോട്ട് നമുക്ക് ലൈറ്റ് തരാം. ഇതെല്ലാം ചെയ്യുന്നത് ആ ലൈറ്റിങ്ങിൻ്റെ ഡ്രൈവേഴ്സ് വെച്ച് ഓട്ടോമേഷനിലൂടെയാണ്. നമ്മൾ മാനുവലി അല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ടെക്നിക്കലി അത് അത്രയും അഡ്വാൻസ്ഡ് ആയി ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖല തന്നെ. ഓക്കെ, അത് മാനുവലി നമുക്ക് കൺട്രോൾ ചെയ്ത്, പണ്ടൊക്കെ ഒരു ഡിമ്മർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ ചെറുതായിട്ട് റെഗുലേറ്റർ ഫാൻ്റെ അഡ്ജസ്റ്റ് ചെയ്യണ പോലെ ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ അതിലേക്ക് വരുന്ന ഒരു വോൾട്ടേജിലുള്ള ചേഞ്ച് മാത്രമേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്നതല്ല. ഇന്ന് ലൈറ്റിലേക്ക് നമ്മളൊരു ഡിജിറ്റൽ സിഗ്നൽ കൊടുക്കുവാണ്, നീ ഇന്ന ലൈറ്റിലേക്ക് മാറൂ എന്ന്. അപ്പോൾ ഒരു വോൾട്ടേജിന് വേറെ ചേഞ്ച് വരുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ എത്രയോ സീരീസ് ഓഫ് ലൈറ്റ്സ് ഇങ്ങനെ കിടക്കുന്നു. ആ ഓരോ ലൈറ്റും ഇതുപോലെ ഇൻഡിപെൻഡൻ്റ്ലി ഒരു പ്രോഗ്രാം വഴി നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ശാസ്ത്രം അത്രമാത്രം പ്രോഗ്രസ് ചെയ്തു എന്നുള്ളതാണ്. ഇതിനകത്ത് ഞാനിതിനകത്ത് മനസ്സിലാക്കുന്ന വേറെ കാര്യമുണ്ട്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഒരു ലൈറ്റ് കൺസൾട്ടൻ്റ് ഉണ്ട് കേട്ടോ.
അല്ലേ? ഈ ലൈറ്റ് കൺസൾട്ടന്റിന്റെ ഒരു ആവശ്യകതയും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ശരി. അതെ, ഇത് എഗൈൻ ഞാൻ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ ഇത് ഓരോ വീടിനും എന്ത് വേണം എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ വീട്ടിലും ഒന്നും ലൈറ്റിംഗ് കൺസൾട്ടൻസ് വരാറില്ല. എങ്ങനെയാണ് സാധാരണ ഒരു ഇച്ചിരി ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ്സിന്റെ പൊസിഷൻസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ പൊസിഷൻസിലേക്ക് വേണ്ട ലൈറ്റ്സ് നമ്മൾ മേടിച്ച് നമ്മൾ വെക്കും. അത് നമ്മളൊരു ഷോറൂമിൽ പോയി നമുക്ക് ഇന്ന ലൈറ്റ്സ് കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. അപ്പോൾ അതിന് നമ്മൾ ആകെ നോക്കുന്നത് ആ കടക്കാരൻ്റെ ഒരു ഒപ്പീനിയനാണ്, ഇതിൽ എത്ര വാട്ട്, 3 വാട്ട്സ് വേണോ 5 വാട്ട്സ് വേണോ എന്നുള്ളതാണ്. ഒരു ലൈറ്റിംഗ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്ന വ്യക്തി വരുമ്പോൾ അത് 2-3 സർവീസസ് ആണ് ആൾ വരുന്നത്. ഈ ലൈറ്റ്സ് എവിടെ വെക്കണം, ഏത് ആകൃതിയിലുള്ള ലൈറ്റ്സ് വെക്കണം, ലൈറ്റ് തന്നെ എന്തായിരിക്കണം അതിൻ്റെ സോഴ്സ്, ഓക്കെ. മൂന്നാമത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ കൺട്രോളിങ്. ചിലപ്പോൾ ഈ ഓട്ടോമേഷൻ വഴിയായിരിക്കാം, ചിലപ്പോൾ അത് വേണ്ട സ്വിച്ചസ് വഴി എന്നുള്ളതൊക്കെ നമ്മൾ ആളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ പുറത്തായിരിക്കും. അപ്പോൾ ഇന്ന് അതൊരു എന്താ പറയുക, അനന്ത സാധ്യതകളുള്ള ഒരു മേഖലയായി ശരിക്കും പറഞ്ഞാൽ ഈ ലൈറ്റിംഗ് ആൻഡ് ഓട്ടോമേഷൻ മാറി. ഒബ്വിയസ്ലി ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റിംഗ് മാത്രമല്ല, മറ്റ് ഒട്ടനവധി സാധനങ്ങൾ, കർട്ടൻസ് ആയിക്കോട്ടെ, വിൻഡോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ CCTV ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാവുന്ന ഒരു രീതിയിലോട്ട് നമ്മൾ എത്തി. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇപ്പോൾ അത് പറഞ്ഞ ഒരു സാധനം, തുടക്കത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. ഈ പറയുന്ന എല്ലാ സാധനവും ഐഡിയലി ചെയ്യപ്പെടേണ്ടത് പ്ലാസ്റ്ററിങ് തുടങ്ങുന്നതിൻ്റെ മുന്നെയാണ്. ഇവിടെയും നിർഭാഗ്യവശാൽ നമ്മൾ ആ ലെവലിലോട്ട് ചെയ്തില്ല, ഓക്കെ. പക്ഷെ നമ്മൾ സീലിംഗ് ഇടയ്ക്ക് വർക്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചത് അതുകൊണ്ടാണ്. ചാനൽ അടിച്ചതിന് ശേഷം ഷീറ്റ് അടിക്കുന്നതിൻ്റെ മുന്നേ ഈ ലൈറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനമായിട്ട് മതി എന്ന് തീരുമാനിക്കാനുള്ള റീസൺ അതാണ്. കാരണം ആ പ്രൊവിഷൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് അൾട്ടിമേറ്റ്ലി ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ സീക്വൻസ് വൈസ് ഞാൻ പറയാനാണെങ്കിൽ 100% ട്രൈ ചെയ്യേണ്ടത് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ ഒരു ക്ലാരിറ്റിയിലോട്ട് എത്തുക എന്നുള്ളതാണ്. സപ്പോസ് പ്ലാസ്റ്ററിങ്ങിന് മുന്നേ നടന്നില്ല, ഈ ഒരു നമ്മുടെ ഈ പ്രോജക്റ്റ്, നിങ്ങളുടെ വീടിൻ്റെ പ്രോജക്റ്റിൽ വന്ന പോലെ നടന്നില്ലെങ്കിൽ പോലും നമുക്ക് സബ്സിക്വൻ്റ്ലി അതൊരു ഫോൾ സീലിംഗ് ചെയ്യുന്നതിൻ്റെ മുന്നെയോ പെയിൻറ്റിങ് ചെയ്യുന്നതിൻ്റെ മുന്നെയോ തീരുമാനിക്കാം. ഇതെല്ലാം വയർഡ് ആവണമെന്നില്ല, കുറേയൊക്കെ നമുക്ക് വയർലെസ്സും ഇന്ന് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇമാജിൻ ഇതിൻ്റെ ഒരു സാധ്യത ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ ആപ്പിൾ വാച്ചിനോട് പറയാണ് പ്ലീസ് ടേൺ ഓൺ ദി ആംബിയൻ മോഡ് എന്ന് പറയുമ്പോഴേക്കും ലൈറ്റ്സ് അങ്ങ് ആംബിയൻ മോഡിലേക്ക് മാത്രം മാറി നിങ്ങൾക്ക് ബാത്റൂമിൽ പോയി തിരിച്ചു വരാവുന്ന ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ നിങ്ങളൊരു കമാൻഡ് വയ്ക്കുകയാണ്, കൈ അടിക്കുമ്പോൾ എനിക്ക് തീവ്രവാദികളുടെ സിനിമകളൊക്കെ കാണുന്നത് അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഇസ് ഹ്യൂജ്, ഒരു അൺബിലീവബിൾ. ഇതാണ് നമ്മുടെ കസ്റ്റമേഴ്സും നമ്മുടെ വ്യൂവേഴ്സും ഒക്കെ ഈ സാധനത്തിന് ഒരു ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷനാണ് എന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ ഒത്തിരി ബഡ്ജറ്റ് കൂടുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ വെച്ച് പോകുന്നതിന് പകരം ഇത് കാലത്തിന് അനുയോജ്യമായ ഒരു മാറ്റമാണ്. ഇതിൽ നമ്മൾ കുറച്ചും കൂടെ അതിലേക്കൊന്ന് ശ്രദ്ധ ചെലുത്തണം, ഒരു എക്സ്പേർട്ടിനെ നമ്മൾ ഇൻവോൾവ് ചെയ്യണം എന്നൊക്കെ ഒരു ചിന്തയിലേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങൾ സൂക്ഷിക്കണം അല്ലേ, ശ്രദ്ധിച്ച് കാര്യം അറിഞ്ഞിരിക്കണം. കാര്യം ഇപ്പോൾ പവൻ പറഞ്ഞ എല്ലാ സ്ഥലത്തും ലൈറ്റ് കൺസൾട്ടൻ്റ് ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ വീടിൻ്റെ പൊസിഷൻ നോക്കി ലൈറ്റ് കൺസൾട്ടൻ്റിനെ കൊണ്ടുവരാവുന്നതാണ്. ലൈറ്റ് കൺസൾട്ടന്റ് ഞാൻ ആക്ച്വലി ഇവിടെ കൊണ്ടുവന്നപ്പോഴേ ലൈറ്റ് കൺസൾട്ടനെ കൊണ്ടുവന്നപ്പോൾ എനിക്കുണ്ടായ ഒരു ഫീൽ ഞാൻ പറയട്ടെ. ഷാഹുൽ നമ്മുടെ ഫ്രണ്ട് ഒന്നുകൂടെ ക്ലാരിറ്റി വന്നു, ഏത് ലൈറ്റ് എങ്ങനെയാണ്, ഇപ്പോൾ ബാത്റൂമിൻ്റെ കേസിലും അല്ലെങ്കിൽ സീലിങ്ങിൻ്റെ കേസിലൊക്കെ ഏത് ലൈറ്റ്സ് വെച്ചാലാണ് നന്നാകുക എന്നുള്ളത് ക്ലാരിറ്റി വരാനായിട്ട് സാധിക്കും. അദ്ദേഹം പറഞ്ഞ ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ എഗെയിൻ നമുക്ക് രണ്ടായിട്ട് പുള്ളി പറഞ്ഞ സജഷനെ തിരിക്കണം. ഒന്നെന്ന് പറയുമ്പോൾ ലൈറ്റ്സ് ഏത്, രണ്ട് ലൈറ്റ് ഫിക്സ്ചേഴ്സ് ഏത്, ഓക്കെ പൊസിഷൻ അത് ഇതൊക്കെ ഓക്കെ. പക്ഷെ ലൈറ്റ് ഏത് കമ്പനിയുടെ അല്ലെങ്കിൽ എത്ര വോൾട്ടേജ് ഉള്ള, ഏത് കളർ വരുന്ന, ഏത് റേഞ്ചിൽ വരുന്ന ലൈറ്റ്. രണ്ട് ഇതിനെ ഭംഗിയാക്കാൻ വരുന്ന ഫിക്സ്ചർ ഏത്. ഇതാണ് അദ്ദേഹം നമുക്ക് ആഡ് ചെയ്ത വാല്യൂ. ഓക്കെ, അപ്പൊ അതല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്താ? ഇപ്പൊ സപ്പോസ് ഷാഹുൽ നമ്മൾ മേടിക്കും, നമ്മൾ ആരുടെ ഇൻഫർമേഷനിൽ റിലൈ ചെയ്യുന്നത്? ഒന്നെങ്കിൽ നമ്മുടെ ആർക്കിടെക്ട് അല്ലെങ്കിൽ കടക്കാരന്റെ. മെജോറിറ്റി ആൾക്കാരും കടക്കാരന്റെ. നമുക്കുള്ള കിട്ടുന്ന എക്സ്പീരിയൻസ് എന്തായിരിക്കും? വെളിച്ചം കൂടിപ്പോയി കുറഞ്ഞു പോയി, ഇനി ഇവിടെ ഈ ഒരു സാധനം വെക്കാമായിരുന്നു. ഇതാണ്. ഇതിങ്ങനെ ചെയ്യാനേ പറ്റില്ല ആ ഒരു മോഡേൺ വീട്ടിലേക്ക് വരുമ്പോൾ. ഡിപ്പെൻഡ്സ് ഓൺ വീടാണ്, വീടിന്റെ ബഡ്ജറ്റും വീടിന്റെ ഇതും അനുസരിച്ചിട്ടാണ്. അതെ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഇരിക്കാം. താങ്ക് യു.